പ്രത്യാശയുടെ തിരുനാളാണ് ഉയർപ്പ് തിരുനാളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കണ്ട ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്ന ഭാഗം. എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ശിഷ്യന്മാര് നിരാശപ്പെട്ടും പേടിച്ചുമൊക്കെ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അവരെ വിളിച്ചുകൂട്ടി പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: എൻ്റെ മകന് 3 ദിവസം മാത്രമേ മാറി നിൽക്കുവാൻ പറ്റുകയുള്ളൂ. അവൻ തിരിച്ചു വരും. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, എല്ലാം തുടങ്ങുന്നേയുള്ളൂ എന്ന് പറഞ്ഞ് ആ ശിഷ്യന്മാരെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി അവർക്ക് വീണ്ടും പ്രചോദനം നൽകുന്ന പരിശുദ്ധ അമ്മ. അതെ, ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടങ്ങുന്നേയുള്ളൂ. അതാണ് ഈസ്റ്റർ ദിനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. മരണത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതിയപ്പോൾ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റവൻ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല എന്നും എല്ലാം തുടങ്ങുന്നുള്ളേ എന്നും നമ്മോട് വിളിച്ചു പറയുന്ന ഒരു ദിനം കൂടിയാണ് ഈസ്റ്റർ തിരുനാള്. ഒപ്പം തന്നെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖവെള്ളികളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പക്ഷേ നിരാശയുടേതാകാം, വേദനയുടേതാകാം, ഇല്ലായ്മയുടേതാകാം, എല്ലാത്തിൻ്റെയും ഒക്കെ ഈ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെയൊക്കെ ദുഃഖവെള്ളികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കായി കാത്തിരിക്കുന്ന ഒരു ഈസ്റ്ററുണ്ട്. പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നല്ലൊരു ഞായർ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ള വലിയ സന്ദേശവും ലഭ്യമാണ്. അപ്രകാരം പ്രത്യാശയോടെ ഉദ്ധിതനെ നോക്കിക്കൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.